ബഡ്ജറ്റ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്താണെന്ന് കണ്ടു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ടൈപ്സ് ഓഫ് ബഡ്ജറ്റിനകത്ത് ബാലൻസ്ഡ് ബഡ്ജറ്റ് ആൻഡ് അൺബാലൻസ്ഡ് ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ അൺബാലൻസ്ഡ് ബഡ്ജറ്റിലെ ഡെഫിസിറ്റ് ബഡ്ജറ്റും സർപ്ലസ് ബഡ്ജറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ തുടർന്ന് നമ്മൾ നോക്കുന്നത് ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് ഓഫ് ഡെഫിസിറ്റ്സ് ആണ്. ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് ഓഫ് ഡെഫിസിറ്റിലെ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ഡെഫിസിറ്റ്സ് ഉണ്ട്. അതിലൊന്ന് ബഡ്ജറ്ററി ഡെഫിസിറ്റാണ്, മറ്റൊന്ന് റവന്യൂ ഡെഫിസിറ്റ്, ക്യാപിറ്റൽ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ് ആൻഡ് മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റാണ്. ഇതിലാദ്യത്തെ ബഡ്ജറ്ററി ഡെഫിസിറ്റാണ്. ബഡ്ജറ്ററി ഡെഫിസിറ്റിൽ പറയുന്നത് ദർ ഈസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ടോട്ടൽ റെസീപ്റ്റ്സ് ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ ടോട്ടൽ റെസീപ്റ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, ഗവൺമെൻറ് അതിൻ്റെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നത് റെസിപ്റ്റ്സ് വഴിയായിട്ടാണ്, ടോട്ടൽ റവന്യൂ റെസിപ്റ്റ്സ് വഴിയായിട്ടാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് വഴിയായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ടോട്ടൽ റെസിപ്റ്റ്സ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെൻറ് രണ്ടും, ടോട്ടൽ റെസിപ്റ്റ്സ് ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചേഴ്സ് ഓഫ് ദി ഗവൺമെൻറ് തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ ബഡ്ജറ്ററി ഡെഫിസിറ്റ്. അപ്പോൾ ബഡ്ജറ്ററി ഗ്യാപ്പ് എങ്ങനെ ഫൈനാൻസ് ചെയ്യും, ബഡ്ജറ്ററി ഗ്യാപ്പ് എങ്ങനെയാണ് നമ്മൾ നികത്തുക? ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് മീറ്റ് ചെയ്യാനായിട്ട് റെസീപ്റ്റ്സ് കൊണ്ട് അല്ലെങ്കിൽ റവന്യൂ വഴിയായിട്ട് പറ്റാത്തൊരവസ്ഥയ്ക്ക് വരികയാണെങ്കിൽ അത് ഫൈനാൻസ് ചെയ്യുന്നത് വയ ഇഷ്യൂയിങ് 91 ഡേയ്സ് ട്രഷറി ബിൽസ്. ഓക്കെ, 91 ഡേയ്സ് ട്രഷറി ബിൽസിലൂടെ ഗവൺമെൻറ് റവന്യൂ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള റെസീപ്റ്റ്സ് വഴിയായിട്ട് ഗവൺമെൻറ് ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനായിട്ട് നോക്കും, ആ ഗ്യാപ്പ് കുറച്ച് കൊണ്ടുവരാനായിട്ട് നോക്കും. ഓക്കെ, പിന്നെ നമ്മൾ ട്രഷറീസിൻ്റെ RBI. ഓക്കെ, അപ്പോൾ ഈ ബഡ്ജറ്ററി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചറാണ്. ഇനി റവന്യൂ ഡെഫിസിറ്റാണ്. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ഓഫ് ടോട്ടൽ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, റവന്യൂ ഡെഫിസിറ്റ് ഈസ് excess of total revenue expenditure over its total revenue receipts. Right? Total revenue expenditure over its total revenue receipts. Budgetary deficit നമ്മൾ കണ്ടത് total receipts and total expenditure shows a gap. ഓക്കെ, അതിനെയാണ് നമ്മൾ ബഡ്ജറ്ററി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ നമ്മൾ റവന്യൂ ഡെഫിസിറ്റിൽ നമ്മൾ പറയുന്നു റവന്യൂ ഡെഫിസിറ്റ് ഈസ് എൻ excess of total revenue expenditure over its total revenue receipts. അപ്പോൾ ഗവൺമെൻറ്റിന് ഫെയിലിയറാണ് ഇത് കാണിക്കുന്നത്, അല്ലേ? കാരണം ഗവൺമെൻറ്റിന് റവന്യൂ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് റവന്യൂ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള റവന്യൂ റെസിപ്റ്റ്സ് മാത്രമേ ഉള്ളൂ, അല്ലേ? അത് ഫുള്ളി കവർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ആണ് ബൊറോയിങ്ങിലേക്ക് ഗവൺമെൻറ്റിനെ വലിച്ചെത്തിക്കുന്നത്. കാരണം റവന്യൂ റെസിപ്റ്റ്സ് മാത്രം പറ്റുന്നില്ല ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ ഫുള്ളി മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ബൊറോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് റിസൾട്ട്സ് ഇൻ ബൊറോയിങ്. ഓക്കെ, അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് എന്ന് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ റെസിപ്റ്റ്സ് ആണ്. ഈ ഡെഫിസിറ്റ് നമ്മളിവിടെ കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ഡെഫിസിറ്റ്സ് ഈസ് ടു ബി മെറ്റ് ഫ്രം ക്യാപിറ്റൽ റെസിപ്റ്റ്സ്, ദാറ്റ് ഈസ് ത്രൂ ബൊറോയിങ് ആൻഡ് സെയിൽ ഓഫ് ഇറ്റ്സ് അസറ്റ്സ്. അല്ലെ, ബൊറോയിങ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, ക്യാപിറ്റൽ റെസിപ്റ്റ്സിനകത്ത് വരുന്ന ഒരു കാര്യമാണ് ബൊറോയിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെയിൽ ഓഫ് ഇറ്റ്സ് അസറ്റ്സ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹയർ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേഴ്സ്, അല്ലേ? ബിക്കോസ് അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹയർ റീപേയ്മെൻറ്റ് വരാം, അല്ലേ? ഹയർ റീപേയ്മെൻ്റ് ആണ്. മാത്രമല്ല ബേർഡൻ ഫ്യൂച്ചറിൽ ഇതൊരു ബേർഡനായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഹയർ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വേഴ്സ് സിറ്റുവേഷനാണ്. കാരണം ഹയർ റീപേയ്മെൻ്റ് ആണ്. ഈ ഹയർ റീപേയ്മെൻറ്റ് ഫ്യൂച്ചറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബേർഡനായിട്ട് നിലനിൽക്കുകയും ചെയ്യും. ഇപ്പോൾ റെമഡിയൽ മെഷേഴ്സ് എന്താണ്? റെമഡിയൽ മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ചുരുക്കുക അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കുക അതൊക്കെയുള്ള രീതിയിലാണ്. ടാക്സ് കളക്ഷൻസ് ഇൻക്രീസ് ചെയ്യുക, നോൺ ടാക്സ് റെസിപ്റ്റ്സ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ അതുവഴിയൊക്കെ ആയിട്ട് റവന്യൂ ഡെഫിസിറ്റ്സ് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും.
അപ്പോൾ ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഷുഡ് റേസ് റേറ്റ് ഓഫ് ടാക്സസ്. ഓക്കെ, ഗവൺമെൻറ് ഷുഡ് റേസ് റേറ്റ് ഓഫ് ടാക്സസ് എസ്പെഷ്യലി ഓൺ റിച്ച് പീപ്പിൾ. അതർവൈസ് ഇക്കോണമിയിൽ ഇന്നീക്വാലിറ്റി കുറയില്ല. അപ്പോൾ ഇതൊരു ഇന്നീക്വാലിറ്റി കുറയ്ക്കുന്ന ഒരു മീഡിയം കൂടിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ എന്തിനാണ് ഗവൺമെൻറ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു മീറ്റ് ദ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഹിയർ ഗവൺമെൻറ് ഷുഡ് റേസ് റേറ്റ് ഓഫ് ടാക്സസ് എസ്പെഷ്യലി ഓൺ റിച്ച് പീപ്പിൾ ഓർ ന്യൂ ടാക്സസ് ഇമ്പോസ്ഡ് were possible. ഗവൺമെൻറ് മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് ഇറ്റ്സ് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ് ഷുഡ് ട്രൈ ടു റെഡ്യൂസ് ഇറ്റ്സ് എക്സ്പെൻഡിച്ചർ ആൻഡ് അവോയ്ഡ് അൺനെസസറി എക്സ്പെൻഡിച്ചർ. റെഡ്യൂസ് ഇറ്റ്സ് എക്സ്പെൻഡിച്ചർ ആൻഡ് അവോയ്ഡ് അൺനെസസറി എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ ഗവൺമെൻറ്റിന് റവന്യൂ ഡെഫിസിറ്റ് മറികടക്കാം. ഒന്ന്, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം റേറ്റ് ഓഫ് ടാക്സസ് ഇൻക്രീസ് ചെയ്യുക, റിച്ച് പീപ്പിളിൻ്റെ മേലുള്ള റേറ്റ് ഓഫ് ടാക്സസ് ഇൻക്രീസ് ചെയ്യുക. അതർവൈസ് അത് ഇക്കോണമിയിൽ ഇന്നീക്വാലിറ്റി കൂട്ടാനേ സാധിക്കുള്ളൂ. ഇത് ഇന്നീക്വാലിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കും അല്ലേ, നമ്മൾ പ്രോഗ്രസീവ് റേറ്റ് ഓഫ് ടാക്സസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് റേറ്റ് ഓഫ് ടാക്സസ് റിച്ച് പീപ്പിളിൻ്റെ മേലുള്ള റേറ്റ് ഓഫ് ടാക്സ് ഇൻക്രീസ് ചെയ്യും. ഒരു ടാക്സ് ബേസ് ഇൻക്രീസ് ചെയ്യുന്നതിന് റേറ്റ് ഓഫ് ടാക്സ് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ ന്യൂ ടാക്സസുകൾ ഇമ്പോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും. പിന്നെ ഗവൺമെൻറ് ചെയ്യുന്നത് should reduce its expenditure, avoid unnecessary expenditure and also avoid unnecessary expenditure. Main implications are എന്ന് പറയുന്നു. ഒന്ന്, റിഡക്ഷൻ ഓഫ് അസറ്റ്സ്. റവന്യൂ ഡെഫിസിറ്റ് ഇൻഡിക്കേറ്റ്സ് ഡിസേവിങ് ഓൺ ഗവൺമെൻറ് അക്കൗണ്ട്. ഓക്കെ, ഗവൺമെൻറ്റിന് അത് തിരിച്ചടവും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞൊരു ഗ്യാപ്പ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് വഴിയായിട്ട് ഈ ഗ്യാപ്പ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. ഐദർ എങ്ങനെ ഏതൊക്കെ രീതിയിൽ ഗവൺമെൻറ് ഗ്യാപ്പ് കുറയ്ക്കും ചോദിച്ചാൽ ഐദർ ത്രൂ ബോറോയിങ് ഓർ ത്രൂ സെയിൽ ഓഫ് ഇറ്റ്സ് അസറ്റ്സ്. ഓക്കെ, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ഐദർ ത്രൂ ബോറോയിങ് ഓർ ത്രൂ സെയിൽ ഓഫ് ഇറ്റ്സ് അസറ്റ്സ്. ഓക്കെ, അപ്പോൾ സെയിൽ ഓഫ് ഇറ്റ്സ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന മറ്റൊരു ഇതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ടേം വളരെ കോമൺ ആണ് നമുക്ക്. അപ്പോൾ ഐദർ ത്രൂ ബോറോയിങ് ഓർ ത്രൂ സെയിൽ ഓഫ് ഇറ്റ്സ് അസറ്റ്സ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം റവന്യൂ ഡെഫിസിറ്റ് മറികടക്കാനായിട്ട് ഉള്ള ശ്രമം ഉണ്ടായിരിക്കും. മോർ റവന്യൂ റെസിപ്റ്റ്സ് ആണ് നിൽക്കുന്നെങ്കിൽ, മോർ റവന്യൂ റെസിപ്റ്റ്സ് ആണെങ്കിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ലാർജ് ബോറോയിങ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ലാർജ് ബോറോയിങ്സ് ടു മീറ്റ് റവന്യൂ ഡെഫിസിറ്റ് വിൽ ഇൻക്രീസ് ഡെപ്റ്റ് ബേർഡൻ ഡ്യൂ ടു ദ റീപേയ്മെൻറ്റ് ലയബിലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് അല്ലേ. വളരെ വലിയ രീതിയിലൊക്കെ ബോറോ ചെയ്തു അത് മീറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തി, അതൊക്കെ റേറ്റ് ശരിയാണ്. പക്ഷെ ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ്ങിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും തോറും അതിൻ്റെ റീപേയ്മെൻ്റ് ഉണ്ട്, അത് ഡെപ്റ്റ് ബേർഡൻ ക്രിയേറ്റ് ചെയ്യും അല്ലേ. ബോറോ ചെയ്തതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റ് ബേർഡൻ ഈസ് ഓൾസോ ഇൻക്രീസിങ്. മാത്രമല്ല റീപേയ്മെൻറ്റ് അല്ലേ ഒരു ലയബിലിറ്റിയാണ്, അതിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. അപ്പോൾ ലാർജർ ആൻഡ് ലാർജർ റവന്യൂ ഡെഫിസിറ്റ്സ് ഇൻ ഫ്യൂച്ചറിലേക്ക് അത് കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഇൻഫ്ലേഷണറി സിറ്റുവേഷനിൽ borrowed from capital account are used to meet consumption expenditure of the government. അപ്പോൾ it leads to inflationary situation in the economy with all its ills. കാരണം revenue deficit may result either in increasing government liabilities or in reduction of government assets. Revenue deficit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപേയ്മെൻറ്റ് ബേർഡൻ ഇൻ ഫ്യൂച്ചർ ആണ്, വിതൗട്ട് ദ ബെനിഫിറ്റ് അറൈസിങ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വേറെ റിട്ടേൺസ് ഒന്നും കിട്ടില്ല. ഓക്കെ, റവന്യൂ ഡെഫിസിറ്റ് ഇംപ്ലൈസ് എ റീപേയ്മെൻറ്റ് ബേർഡൻ ഇൻ ഫ്യൂച്ചർ വിതൗട്ട് ദ ബെനിഫിറ്റ് അറൈസിങ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. ക്യാപിറ്റൽ ഡെഫിസിറ്റ് ആണ്, നമ്മൾ റവന്യൂ ഡെഫിസിറ്റ് ആണ് ഇത്ര നേരം ഡിസ്കസ് ചെയ്ത്. നെക്സ്റ്റ് കോൺസെപ്റ്റ് ഈസ് എ ക്യാപിറ്റൽ ഡെഫിസിറ്റ്. Capital deficit means excess of capital disbursements over its capital receipts. അപ്പോൾ ഡെഫിസിറ്റ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് മീൻസ് മണി ഈസ് ഫ്ലോയിങ് ഔട്ട് ഓഫ് ദ കൺട്രി. അതാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് മണി ഈസ് ഫ്ലോയിങ് ഔട്ട് ഓഫ് ദ കൺട്രി. ഇപ്പോൾ ക്യാപിറ്റൽ ഡെഫിസിറ്റ് എന്താണ്? ഇറ്റ്സ് ദ എക്സസ് ഓഫ് ക്യാപിറ്റൽ ഡിസ്ബേഴ്സ്മെൻറ്റ് ഓവർ ഇറ്റ്സ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. അപ്പോൾ ഡെഫിസിറ്റ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ money is flowing out of the country. Fiscal deficit എന്ന് പറയുമ്പോൾ excess of capital budget expenditure over total budget receipts excluding borrowings during a fiscal year.
Okay, excess of total budget expenditure over total budget receipts excluding borrowings during a fiscal year. രണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാലൻസ് ബഡ്ജറ്റിനകത്ത് നമ്മൾ കണ്ടൊരു കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. ടോട്ടൽ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ടോട്ടൽ ബഡ്ജറ്റ് റെസീപ്റ്റ്സിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ എമൗണ്ട് ഓഫ് ബോറോയിങ് ദ ഗവൺമെൻറ് ഹാസ് ടു റിസോർട്ട് ഇറ്റ്സ് എക്സ്പെൻസസ്. അങ്ങനെയാണ്. ഇറ്റ്സ് എ മെഷർ ഓഫ് ഹൗ മച്ച് ദ ഗവൺമെൻറ് needs to borrow from the market to meet its expenditure when its resources are inadequate. Right? അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷറാണ്. ആ മെഷർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് അതിൻ്റെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം അതിന് ഓൺഡായിട്ടുള്ള റിസോഴ്സസ് ഇന്നാഡിക്വേറ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ്, എ മെഷർ ഓഫ് ഹൗ മച്ച് ദ ഗവൺമെൻറ് നീഡ്സ് ടു ബോറോ ഫ്രം ദ മാർക്കറ്റ് to meet its expenditure when its resources are inadequate. ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസീപ്റ്റ്സ് എക്സ്ക്ലൂഡിങ് ബോറോയിങ്സ്, നോട്ട് ഇൻക്ലൂഡഡ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസീപ്റ്റ്സ് എക്സ്ക്ലൂഡിങ് ബോറോയിങ്സ്. ഫിസിക്കൽ ഡെഫിസിറ്റ് ദാറ്റ്സ് ഈക്വൽ ടു ബോറോയിങ്. ഇപ്പോൾ ബോറോയിങ് ടോട്ടൽ റെസീപ്റ്റ്സിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് കൺസിഡേർഡ് ടു ബി 5% ഓഫ് GDR. അപ്പോൾ ബോറോയിങ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഓൺലി ഇൻ അക്യുമുലേറ്റഡ് ഡെപ്റ്റ്, എമൗണ്ട് ഓഫ് ലോൺ ബട്ട് ഓൾസോ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഡിഡക്റ്റഡ് ഓൺ ഡെപ്റ്റ് ഫ്രം ബോറോയിങ്, ദ ബാലൻസ് ഈസ് കോൾഡ് പ്രൈമറി ഡെഫിസിറ്റ്. ഇഫ് ദ ഗവൺമെൻറ് deduct interest payment on debt from borrowing, the balance is called primary deficit. ഇപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റിൽ പറയുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്സ്. റൈറ്റ്? ഇപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ഇതിലൂടെ നമ്മൾ കണ്ടത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്സ് മൈനസ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എക്സ്ക്ലൂഡിങ് ബോറോയിങ്. When revenue budget is balanced but capital budget shows a deficit. When revenue budget is surplus but deficit in capital budget. Okay. Greater fiscal deficit implies greater borrowing by the government. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ ഗ്രേറ്റർ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ബോറോയിങ് നടത്തേണ്ടതായിട്ട് വരും. ഗവൺമെൻറ് ഭാഗത്ത് നോക്കുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു ബോറോയിങ് അവിടെ ആവശ്യമായിട്ട് വരും. ഇംപ്ലിക്കേഷൻസിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഡെപ്റ്റ് ട്രാപ്സിനെ കുറിച്ചാണ്. ഡെപ്റ്റ് ട്രാപ്സിൽ പറയുമ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് ഈസ് ഫൈനാൻഷ്യൽ ബൈ ബോറോയിങ്. അങ്ങനെയാണെങ്കിൽ ബോറോയിങ് വഴി ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ബോറോയിങ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം ഓഫ് നോട്ട് ഓൺലി പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബട്ട് ഓൾസോ എ റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ്. അല്ലേ? അതും കൂടിയുണ്ട്. പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമല്ല, റീപേയ്മെൻറ്റ് ഓഫ് ലോൺസും കൂടി ഇത് കൊടുക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ ഗവൺമെൻറ് ബോറോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലയബിലിറ്റിയാണ്, ഫ്യൂച്ചറിൽ ഒരു ലയബിലിറ്റിയാണ്. കാരണം അത് റീപേയ്മെൻറ്റ് നടത്തണം. ഒപ്പം തന്നെ ഇൻട്രസ്റ്റും ഇതിൻ്റെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ലീഡിങ് ടു ഹൈ റവന്യൂ ഡെഫിസിറ്റ് ആണ്. അപ്പോൾ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസസ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ദാറ്റ്സ് ഈസ് ലീഡിങ് ടു എ ഹയർ റവന്യൂ ഡെഫിസിറ്റ് ആണ്. അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് ഫൈനാൻസ് ചെയ്യാനായിട്ട് ബോറോ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ബോറോയിങ് പറയുമ്പോൾ ആ ബോറോയിങ് നടത്തിയതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു കാര്യം പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണം. മാത്രമല്ല റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ് ഉണ്ട്. അപ്പോൾ അത് ഫർദറായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ഇറ്റ്സ് ലീഡിങ് ടു ഹയർ റവന്യൂ ഡെഫിസിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് മേ ബി കമ്പൽ ടു ബോറോ ടു ഫൈനാൻസ് ഈവൻ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ലീഡിങ് ടു എമർജൻസ് ഓഫ് എ വിഷ്യസ് സർക്കിൾ ആൻഡ് എ ഡെപ്റ്റ് ട്രാപ്പ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഒരു ഡെപ്റ്റ് ട്രാപ്പ് അവിടെ സംഭവിക്കുന്നത്. ക്രിയേറ്റിംഗ് എ വിഷ്യസ് സർക്കിൾ ആൻഡ് എ ഡെപ്റ്റ് ട്രാപ്പ്. വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചറാണ്. ഹൈ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ലീഡ്സ് ടു എ വേസ്റ്റ്ഫുൾ ആൻഡ് അൺനെസസറി എക്സ്പെൻഡിച്ചർ ബൈ ദ ഗവൺമെൻറ്. അപ്പോൾ അതൊരു ഇൻഫ്ലേഷണറി പ്രഷർ ഇക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യും. ഗവൺമെൻറ് കൂടുതൽ ഫണ്ട് ഇക്കോണമിയിലേക്ക് ഇറക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അതൊരു ഇൻഫ്ലേഷണറി പ്രഷറാണ് ഇക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഹൈ ഫിസിക്കൽ ഡെഫിസിറ്റ് ദാറ്റ് മീൻസ് ജനറലി ലീഡ്സ് ടു wasteful and unnecessary expenditure by the government.
ഇനി ഇൻഫ്ലേഷണറി പ്രഷറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെയാണ് ഇൻഫ്ലേഷണറി പ്രഷർ വരുമ്പോൾ ഗവൺമെൻറ് ബോറോസ് ഫ്രം ആർ ബി ഐ, അല്ലേ? ഗവൺമെൻറ് ബോറോസ് ഫ്രം ആർ ബി ഐ വിച്ച് മീറ്റ്സ് ദിസ് ഡിമാൻഡ് ബൈ പ്രിൻറ്റിംഗ് ഓഫ് മോർ കറൻസി നോട്ട്സ്. അത് ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നു. അപ്പോൾ അത് മണി സർക്കുലേറ്റ് ചെയ്യപ്പെടാം. ആ സർക്കുലേറ്റ് ചെയ്ത മണി ഇൻഫ്ലേഷണറി പ്രഷറാണ് ഇക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഗവൺമെൻറ് ബോറോസ് ഫ്രം ആർ ബി ഐ വിച്ച് മീറ്റ്സ് ദിസ് ഡിമാൻഡ് ബൈ പ്രിൻറ്റിംഗ് ഓഫ് മോർ കറൻസി നോട്ട്സ്. ഇറ്റ് റിസൾട്ട്സ് ഇൻ സർക്കുലേഷൻ ഓഫ് മോർ മണി. അപ്പോൾ ഇക്കോണമിയിലെ ആവശ്യത്തിലധികം മണി സർക്കുലേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന ഒന്ന് ഇൻഫ്ലേഷണറി പ്രഷർ ഇക്കോണമിയിൽ ഉണ്ടാക്കും. Okay, partial use. Borrowing is not available for the growth and development of the economy because a part of it is used for interest payments. അപ്പോൾ എൻറ്റയർ എമൗണ്ട് ഓഫ് ഫിസിക്കൽ ഡെഫിസിറ്റിൽ നമ്മളിവിടെ പറയുന്നത് ബോറോയിങ് ഇസ് നോട്ട് അവൈലബിൾ ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇക്കോണമി. കാരണം അതിലൊരു വലിയ ഭാഗം ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് നടത്താനായിട്ട്, കാരണം ബോറോയിങ് അതിലുള്ള മുമ്പുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് നടത്താനായിട്ട് ഒക്കെ ഉപയോഗിക്കപ്പെടും. അപ്പോൾ ഓൺലി പ്രൈമറി ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിനെയാണ് നമ്മൾ പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഈസ് അവൈലബിൾ ഫോർ ഫൈനാൻസിങ് എക്സ്പെൻഡിച്ചർ. ഫ്യൂച്ചർ ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്യാം, കാരണം ഫിനാൻഷ്യൽ ബേർഡൻ ഓൺ ഫ്യൂച്ചർ ജനറേഷനാണ് ഉണ്ടാവുക. ബോറോയിങ് ഈസ് ഇൻഫാക്ട് ഫിനാൻഷ്യൽ ബേർഡൻ ഓൺ ഫ്യൂച്ചർ ജനറേഷൻ ടു പേ ലോൺ ആൻഡ് ഇൻട്രസ്റ്റ് എമൗണ്ട് വിച്ച് റിട്ടാർഡ്സ് ദ ഗ്രോത്ത് ഓഫ് ദി ഇക്കോണമി. അപ്പോൾ ഫിനാൻഷ്യൽ ബേർഡൻ ഫ്യൂച്ചർ ജനറേഷന് മുകളിൽ ഉണ്ടാവാം, അല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഗ്രോത്ത് ഓഫ് ഇക്കോണമിയുടെ ഗ്രോത്തിനെ വിലങ്ങുതടിയായിട്ട് മാറും. അപ്പോൾ ഹൗ ഈസ് ഫിസിക്കൽ ഡെഫിസിറ്റ് മെറ്റ്? ബൈ ബോറോയിങ് ഫ്രം ഡൊമസ്റ്റിക് സോഴ്സസ്. അതിലൊന്നാണ് ഫ്രം പബ്ലിക് ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ്. പബ്ലിക്കിൻ്റെയെന്നോ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്ക്സിൻ്റെയെന്നോ ബോറോ നടത്താം. അപ്പോൾ ഇൻക്ലൂഡിങ് ടാപ്പിംഗ് ഓഫ് മണി ഡെപ്പോസിറ്റ്സ് ഇൻ പ്രോവിഡൻറ്റ് ഫണ്ട്, സ്മോൾ സേവിങ്സ് സ്കീംസ്. ഓക്കെ, അതെല്ലാം ഈ പറഞ്ഞ പോലെ ബോറോയിങ് ഫ്രം ഡൊമസ്റ്റിക് സോഴ്സസിൽ കാണുന്നതാണ്. ബോറോയിങ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സസിൽ വരുന്നതാണ് വേൾഡ് ബാങ്ക്, IMF ആൻഡ് ഫോറിൻ ബാങ്ക്സ്. അപ്പോൾ ഇതുവഴിയായിട്ട് ബോറോയിങ് നടത്താനായിട്ട് പറ്റും. പ്രിൻറ്റിംഗ് ഓഫ് ന്യൂ കറൻസി നോട്ട്സ്, അല്ലേ? വളരെ പോപ്പുലറായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് പ്രിൻറ്റിംഗ് ഓഫ് ന്യൂ കറൻസി നോട്ട്സ്. ബൈ പ്രിൻറ്റിംഗ് ന്യൂ കറൻസി നോട്ട്സ് എഗെയിൻസ്റ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഇറ്റ്സ് എൻ ഈസി വേ ടു റേസ് ഫണ്ട്സ്. But it carries with adverse effects also. കാരണം money supply increases in the economy and it creates inflationary trends. So printing currency, if at all it's unavoidable, should be kept within safe limits. Otherwise it's create inflationary trends in the economy. അല്ലേ? ന്യൂ കറൻസി പ്രിൻറ്റ് ചെയ്തു, ഒക്കെ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ തന്നെ. പക്ഷേ ഷുഡ് ബി kept within safe limits. Otherwise it's create an inflationary trends in the economy. Fiscal deficit advantages ആണോ? Fiscal deficit is advantages to an economy if it creates new capital assets. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് എൻ അഡ്വാൻറ്റേജസ് ആണ്. കാരണം ഇറ്റ് ഇൻക്രീസസ് ദ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആൻഡ് ജനറേറ്റ് ഫ്യൂച്ചർ ഇൻകം സ്ട്രീം. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് അഡ്വാൻറ്റേജസ് ആണോ? ഫിസിക്കൽ ഡെഫിസിറ്റ് ഈസ് അഡ്വാൻറ്റേജസ് ടു എൻ ഇക്കോണമി ഇഫ് ഇറ്റ് ക്രിയേറ്റ്സ് എ ന്യൂ ക്യാപിറ്റൽ അസറ്റ്സ് വിച്ച് ഇൻക്രീസ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആൻഡ് ജനറേറ്റ് ഫ്യൂച്ചർ ഇൻകം സ്ട്രീം. ഓക്കെ, കോസസ് ഓഫ് ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ കാരണങ്ങളിൽ ഒന്ന് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. പുവർ പെർഫോമൻസ് ഓഫ് പബ്ലിക് സെക്ടർ കമ്പനീസോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചിടത്തോളം തന്നെ പുവർ പെർഫോമൻസ് ആണ്. എക്സസീവ് ഗവൺമെൻറ് ബോറോയിങ്സ്, ടാക്സ് എവേഷൻ, ഇൻക്രീസ് ഇൻ സബ്സിഡീസ്, ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, അല്ലേ? ടാക്സ് എവേഷൻ സംഭവിക്കുന്നു. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് റവന്യൂ കുറയും. അപ്പോൾ അത് ബോറോ ചെയ്യാൻ പിന്നെ വരിക ക്യാപിറ്റൽ റിസീപ്റ്റ്സിന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻക്രീസ് ഇൻ സബ്സിഡി ഒരു പരിധിക്കപ്പുറം സബ്സിഡി കൊടുത്തു കഴിയുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ബേർഡനായിട്ട് മാറാം, ഫിസിക്കൽ ഡെഫിസിറ്റിൽ ക്രിയേറ്റ് ചെയ്യാം. എക്സസീവ് ഗവൺമെൻറ് ബോറോയിങ്സ്, ഇതെല്ലാം ഫിസിക്കൽ ഡെഫിസിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് one of the major components of government expenditure is the interest payment both on domestic loans and foreign loans. അല്ലേ? ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബോറോയിങ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും, ഗവൺമെൻറ് ബോറോ ചെയ്തിരിക്കും. അപ്പോൾ ഗവൺമെൻറ് ഡെപ്റ്റ് ഹാസ് ഇൻക്രീസ് കൺസിഡറബിളി ഓവർ ദി ഇയേഴ്സ്. ഇത് റിസൾട്ട് ചെയ്യുന്ന ഇൻക്രീസ്ഡ് ഇൻട്രസ്റ്റ് ബർഡൻ ഓൺ ദ ഗവൺമെൻറ്.
പുവർ പെർഫോമൻസ് ഓഫ് പബ്ലിക് സെക്ടറിൽ പറഞ്ഞതിലൊരു കാര്യം, ഒന്ന് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ആണ്. ഇൻഎഫിഷ്യൻസി ആൻഡ് കറപ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്, അതും പബ്ലിക് സെക്ടറിൻ്റെ പുവർ പെർഫോമൻസിന് കാരണമാണ്. ലാക്ക് ഓഫ് പ്രൊഫഷണലിസം, സർപ്ലസ് സ്റ്റാഫ്, അല്ലെ, ഒരു പരിധിക്കപ്പുറം എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പോളിസി പോലും ഇതിനകത്ത് ദോഷകരമായി ബാധിക്കാം. അപ്പോൾ സർപ്ലസ് സ്റ്റാഫ് എന്ന് പറയുന്ന പബ്ലിക് സെക്ടറിൻ്റെ പുവർ പെർഫോമൻസിന് ഒരു കാരണമാണ്. പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് വരുമ്പോഴും ഈ പബ്ലിക് സെക്ടർ പെർഫോമൻസിനെ അത് ബാധിക്കും. ഇൻഎഫിഷ്യൻസി ആൻഡ് കറപ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്, ഇൻഎഫിഷ്യൻസി ഉണ്ടായിരിക്കാം, ഒപ്പം തന്നെ കറപ്ഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കറപ്ഷൻസ് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻസി മാത്രമായിരിക്കാം. ലാക്ക് ഓഫ് പ്രൊഫഷണലിസം, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പബ്ലിക് സെക്ടറിൻ്റെ പുവർ പെർഫോമൻസിന് കാരണമാണ്. എക്സസീവ് ഗവൺമെൻറ് ബോറോയിങ്സ്, ദ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഡെപ്റ്റ് ഓഫ് ദ ഗവൺമെൻറ് ഹാസ് ഇൻക്രീസ്ഡ് കൺസിഡറബിളി ഡ്യൂറിങ് ദ പാസ്റ്റ് ഫ്യൂ ഡെക്കേഡ്സ്, അല്ലേ? കാരണം ഈ ഡെപ്റ്റ് കാരണം ദ ഗവൺമെൻറ് ഹാസ് ടു ഇൻകർ ഹയർ എക്സ്പെൻഡിച്ചർ ഇൻ ഫോം ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ബേർഡനാണ്, വളരെ എക്സ്പെൻഡിച്ചർ, വളരെ വലിയൊരു തുകയായിട്ട് മാറും. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചടച്ചാൽ മാത്രമല്ല പേയ്മെൻറ്റ് കൊടുക്കണം, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് കൊടുക്കണം. ആ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് തന്നെ പലപ്പോഴും ഗവൺമെൻറ്റിന് പിന്നെയും മറ്റൊരു ബാധ്യതയായിട്ട് തീരാറുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് എക്സസീവ് ഗവൺമെൻറ് ബോറോയിങ്സ് എന്ന് പറയുന്നത്. ടാക്സ് എവേഷൻ, അല്ലേ? ടാക്സ് എവേഷൻ വരുമ്പോൾ അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം റവന്യൂ ഉണ്ടാകാതിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഫിസിക്കൽ ഇംബാലൻസസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടാം, അല്ലേ? അപ്പോൾ ഡയറക്റ്റ് ടാക്സിൽ അല്ലെങ്കിൽ ടാക്സ് എവേഷൻ അവിടെ സംഭവിച്ചു. ടാക്സ് എവേഷൻ സംഭവിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ കുറയാന്നുള്ളതാണ്. അപ്പോൾ കറപ്ഷൻ എന്ന് പറയുന്ന എല്ലാ ലെവലിലും സംഭവിക്കാം, അത് ഫിസിക്കൽ ഇംബാലൻസിലേക്ക് കാരണമാവാം. ഇൻക്രീസ് ഇൻ സബ്സിഡീസ് ആണ് ഇതിൻ്റെ ടേബിളും ഇതിൻ്റെ ഫിഗറും ആണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫിഗറാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. നോക്കിയാലായിട്ട് കാണാം. 2003-4 to 2011-12 ആണ് നമ്മളിവിടെ ഷോ ചെയ്തിട്ടുള്ളത്. ഡിഫൻസ് എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെയാണ്. ഇയർ ഗോയിങ്, അല്ലേ? ഇയറിൽ മറ്റൊരു ഇയർ വർഷം അങ്ങനെ കയറി തോറും ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺസിക്വൻസസ് ഓഫ് ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അക്യുമുലേഷൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ്. ഇറ്റ് എൻകറേജസ് നോൺ പ്ലാൻ, നോൺ പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫ്ലേഷണറി പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് ഡെപ്റ്റിൻ്റെ അക്യുമുലേഷൻ വരുമ്പോൾ അത് സംഭവിക്കുന്നൊരു കാര്യമാണ്. ഇറ്റ് എൻകറേജസ് നോൺ പ്ലാൻ, നോൺ പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫ്ലേഷണറി പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇൻക്രീസ് ഇൻ ദ ബർഡൻ ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. ഇവിടെ കൊടുക്കുന്ന എനോർമസ് റൈസ് ഇൻ ദ കോസ്റ്റ് ഓഫ് സർവീസിങ് ദ പബ്ലിക് ഡെപ്റ്റ്. The public expenditure constitutes non-planned, non-productive and non-development expenditure. The whole expenditure constitutes a non-planned, non-productive and non-developmental expenditure. There is enormous rise in the cost of servicing the public debt. Also, second consequence is increase in the burden of interest payments. Generation of inflationary pressure. Fiscal deficit, accumulated fiscal deficit over years have been responsible for growing non-planned expenditure and add to inflationary pressure. Adverse effect on developmental expenditure. Raising defense expenditure, raising civil expenditure on ministries and their employment, the increased interest payments due to past borrowing. അപ്പോൾ അതൊരു മേജർ കോഴ്സ് ഓഫ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിന് ഗ്രോയിങ്ങിന് വലിയൊരു കാരണമാണ്. നോൺ ഡെവലപ്മെൻറ്റൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വിച്ച് ടേക്സ് എ ലാർജ് സൈസ് ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അതിനെ റിസ്ട്രിക്റ്റിംഗ് ആണ് ഇവിടെ പറയുന്നത്. റിസ്ട്രിക്റ്റിംഗ് ദ സ്കോപ്പ് ടു റൈസ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എസ്പെഷ്യലി ഓൺ ക്യാപിറ്റൽ ഫോർമേഷൻ. ഇൻ ഷോർട്ടിൽ നമുക്ക് പറയാൻ പറ്റുന്നത് fiscal deficit shows how far the exchequer is running beyond it means. ഇപ്പോൾ ലാർജർ ദ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജർ ദ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണെങ്കിൽ ലാർജർ ദ ബോറോയിങ്സ് വിൽ ബി. പ്രൈമറി ഡെഫിസിറ്റ് ആണ് പറഞ്ഞത്. പ്രൈമറി ഡെഫിസിറ്റ് ഈസ് ദ എക്സസ് ഓഫ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഓവർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. A low or zero primary deficit is a pointer to financial discipline of a government.
low or zero primary deficit is a pointer to financial discipline of a government. അപ്പോൾ ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ് എന്താണ്? ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ആണ്. നെറ്റ് പ്രൈമറി ഡെഫിസിറ്റ്, ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ് മൈനസ് നെറ്റ് ഡൊമസ്റ്റിക് ലെൻഡിങ്. മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ് ആണ്. സോ സം ഓഫ് നെറ്റ് ഇൻക്രീസസ് ഇൻ ഹോൾഡിംഗ്സ് ഓഫ് ട്രഷറി ബിൽസ് of the RBI and its contribution to the market borrowings of the government. Budgetary deficit, total revenue minus total expenditure ആണ്. ഇനി revenue deficit എങ്ങനെ കണ്ടെത്താം? Revenue receipts minus revenue expenditure. Capital receipts minus capital expenditure equal to capital deficit ആണ്. Fiscal deficit, total expenditure minus total receipts excluding borrowings, that's equal to borrowing തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസിപ്റ്റ്സ് എക്സ്ക്ലൂഡിംഗ് ബോറോയിങ്സ്. പ്രൈമറി ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്.